ബിഗ് ബോസ് സീസൺ 8 ഇപ്പം പറയാൻ പോകുന്ന ബിഗ് ബോസ് സീസൺ 8 മത്സരാർത്ഥികളെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രഞ്ജിനി ഹരിദാസിൻ്റെ ടീമിലുള്ള എല്ലാവരും പെൺകുട്ടികളാണ് കേട്ടോ. രഞ്ജിനി ഹരിദാസ് തിരഞ്ഞെടുത്തിരിക്കുന്ന ആ 7 പേരും പെൺകുട്ടികളാണ്. അപ്പോൾ അവരുടെ പേര് പറയുമ്പം നിങ്ങൾക്ക് എളുപ്പം ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പേര് പറയുന്നത് കേട്ടോ. രഞ്ജിനി ഹരിദാസിൻ്റെ ടീമിൽ വന്നിരിക്കുന്ന ഷബീർ ഷെറീഫ് എന്ന് പറയുന്ന പെൺകുട്ടി കണ്ണൂരിൽ നിന്നാണ്, മോഡലാണ്, അതുപോലെ തന്നെ ഡിവോഴ്സ് ചെയ്തിരിക്കുന്ന ആളാണ്, കണ്ണൂരിൽ നിന്നാണ് കേട്ടോ. അതുപോലെ നയന ബാലകൃഷ്ണൻ മോഡലാണ്, മോഡലും ആങ്കറുമാണ്, പിന്നെ മലപ്പുറത്ത് നിന്നാണ് നയന ബാലകൃഷ്ണൻ. പിന്നെ അടുത്തത് അമൃത എസ് അഡ്വക്കേറ്റ്, കൊല്ലം കരുനാഗപ്പള്ളിക്കാരി അഡ്വക്കേറ്റാണ്. അമൃത എസ് അഡ്വക്കേറ്റ് ആണ് കേട്ടോ. ഇനി അടുത്തത് വർഷ അന്ന വിജി ആലപ്പുഴയാണ്, സിംഗറാണ്, ഒരു പാട്ടുകാരിയാണ്. ഇനി അടുത്തത് രചന എസ്, പാലക്കാട്ടുകാരി, HR കൺസൾട്ടൻ്റ് ആണ്, പാലക്കാട്ടുകാരി HR കൺസൾട്ടൻ്റ്. അടുത്ത ആരാധ്യ TR എന്ന് പറയുന്ന ആള് +2 കഴിഞ്ഞിട്ട് നേരെ ഈ ബിഗ് ബോസിലേക്ക് വന്നിരിക്കുകയാണ്. ബിഗ് ബോസിലേക്ക് +2 കഴിഞ്ഞ് വന്നൊരു ചെറിയ കുട്ടിയാണ് കേട്ടോ. അടുത്തത് പാർവതി നാരായണൻ, ആറ്റിങ്ങൽ, തിരുവനന്തപുരം ആറ്റിങ്ങലാണ് പാർവതി നാരായണൻ്റെ സ്ഥലം. മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഇത്രയും പേരാണ് നമ്മുടെ ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം ഇത്രയുള്ള വീഡിയോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇപ്പം പറഞ്ഞു തന്നിരിക്കുന്നതുകൊണ്ട് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റി കാണും. ഇനി ഇവരുടെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഫോട്ടോ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ടീമിൻ്റെ പേര് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓരോ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസും പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവർ നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത വീഡിയോകളിൽ ഇത് തുടങ്ങുന്ന സമയത്ത് നന്നായിട്ട് അവരുടെ ഓരോരുത്തരുടെ പെർഫോമൻസ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരുടെയും പേരൊക്കെ പറയുന്നത്. അപ്പോൾ ഇനി അത് കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.